ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ലഞ്ച് മെനൂസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ അരി കഴുകി ഞാൻ കുക്കറിൽ നേരത്തെ തന്നെ വെച്ചിരുന്നു കേട്ടോ. ചോറ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ചോറ് ഒരു ഭാഗത്തിരുന്ന് ആകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ മറ്റുള്ള കറികളും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കപ്പ ഞാൻ ഫ്രോസൺ ചെയ്ത് വയ്ക്കുന്ന രീതി മുമ്പൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് കപ്പ എടുത്തിട്ട് ഇത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ കട്ട് ഒന്ന് മാറ്റിക്കളയണം. എങ്കിലേ ഇത് കറിയിലേക്ക് ചേർക്കാൻ ശരിക്കും പാടുള്ളൂ. 1-2 വെള്ളത്തിലേക്ക് തിളപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ പുഴുങ്ങണ സമയത്ത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണല്ലോ എടുക്കണം. കറിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ആ കട്ടൊന്നും അങ്ങനെ പോകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞെടുക്കുക. അപ്പോൾ അതിരുന്ന് തിളയ്ക്കുന്ന സമയത്ത് കുക്കറിലേക്ക് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചേമ്പിൻ്റെ താളാണ് കേട്ടോ. അതും ഇങ്ങനെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി താളം കൂടി ചേർത്ത് കൊടുക്കുക. താള് കട്ട് ചെയ്ത് ഒരു പീസ് വലുത് അതിലുണ്ടായി, അത് കണ്ടില്ല. അതൊന്ന് നുറുക്കിയിടണം കേട്ടോ. താള് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ സ്കിന്നൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചെളി മണ്ണൊക്കെ തെറിച്ചിട്ട് അതിൻ്റെ ആ ഇടഭാഗങ്ങളിലൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെന്തിട്ടില്ല, തിളപ്പിച്ചൂറ്റിയ കപ്പ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതും ഇട്ട് കൊടുക്കുക. അതവിടെ ഇരുന്ന് റെഡിയാവുന്ന സമയത്ത് തേങ്ങ, ചെറിയ ഉള്ളി, ഇത്തിരി ഇഞ്ചി ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകം, പച്ചമുളക്, 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അരപ്പിന് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ബൈൻഡിങ്ങും കിട്ടും. വെന്ത് വന്നപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചാറുള്ള ഒരു കറിയല്ല കേട്ടോ. ഇതുപോലെ അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ പീസൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് തിളച്ച് മറിയണ്ട. അപ്പോൾ തിളച്ച് വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് കടുക് വറുത്തിടാം. കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി ചേർത്ത് ഒന്ന് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ച കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. താളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പാത്രം ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ഫിഷിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു, കൊഴുവ ഫിഷ്. അപ്പോൾ അതൊന്ന് പാനിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ മീൻ ഇതുപോലെ നിരത്തിയിട്ട് തിരിച്ച് മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലൊരു സ്പൂൺ അരിപ്പൊടി നമ്മൾ ചേർത്തിട്ട് ഈ മുളക് പൊടിയും പൊടികളൊക്കെ ചേർക്കുമല്ലോ, അതിൻ്റെ കൂടെ അരിപ്പൊടിയൊക്കെ ചേർത്തും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ വാങ്ങി വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു നുള്ള് ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചിക്കി ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. ആ മസാലയിലാകെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ അടുത്ത റെസിപ്പി കൂടി ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ. ഇനി ഈ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക.
കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ. അതിന് പകരം ഞാൻ ആദ്യം ഇട്ടത് നമ്മുടെ ചെറുവറ്റും പരിപ്പായിപ്പോയി. അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതിൽ നിന്ന് പിറക്കി മാറ്റണ്ടെന്ന് കരുതി ഞാൻ അത് തന്നെ അതിലേക്ക് ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തു. പക്ഷേ കുഴപ്പമുണ്ടായില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ മൂത്ത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരുന്നു. ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതുപോലെ ചെറുതാക്കി നുറുക്കിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കായ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ, പച്ചക്കായ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കായ വേവിച്ച സമയത്ത് അതിലും ഒരല്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരുന്നത്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചതച്ച മുളകാണെങ്കിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പച്ചമുളക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി വേവിച്ച് വെച്ചിരുന്ന കായ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം, ഈ മസാല എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരണ്ടേ, അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. ആ സമയത്ത് ഇത് കണ്ണിമാങ്ങ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ചെറിയ പീസാക്കി ഉപ്പൊന്നും ചേർക്കാതെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ ഉപ്പിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് വളരെ കുറക്കാനും പറ്റും. ഉപ്പിലിട്ട മാങ്ങയുടെ അതേ ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പാനിൽ ഇത്തിരി കടുകും കായം മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു കടുമാങ്ങ അച്ചാറും കൂടി റെഡിയാക്കാം. ഒരിത്തിരി വിനാഗിരി കൂടി ചേർക്കണം. നമ്മളിത് വെറുതെ പീസാക്കി കട്ട് ചെയ്ത് വെച്ചേലുള്ളൂ. അപ്പോൾ ഒരിത്തിരി പുളിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് വിനാഗിരിയും ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കടുമാങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉപ്പിലിട്ട് അലന്ന പോലെ തന്നെ ഇരിക്കും ഫ്രീസറിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം. അപ്പോൾ നല്ല തോരനായിട്ടും കിട്ടും. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും കായും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പ് ഒക്കെ പൊട്ടിച്ച സ്ഥലത്ത് ഉഴുന്ന് പരിപ്പിന് പകരം കുറച്ച് അരിയൊക്കെ പൊട്ടിച്ചിട്ടായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അതെ റൈസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉടച്ച കറി, അതുപോലെ മെഴുക്ക് പുരട്ടി, അച്ചാർ, ഫിഷ് ഫ്രൈ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറികളല്ലേ. പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.